നമസ്കാരം. ഇന്ന് നമ്മുടെ 212 എപ്പിസോഡാണ്. ഇന്ന് ഞാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ്. ഞാനിങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. എൻ്റെ 2 ഫേസ്ബുക്കുണ്ട്, യൂട്യൂബും ഒക്കെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമും. പക്ഷേ 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയാനാണ് ഞാൻ ഇതെടുത്തത്. ചിലപ്പോൾ ഇതോടുകൂടി എൻ്റെ ഇതൊക്കെ അതായത് ഞാൻ ഇനി ഉപയോഗിക്കാൻ പാടില്ല വാക്കുകളൊന്നും. കാരണം എന്ന് പറഞ്ഞാൽ ലോകരുതം എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത്. അതുപോലെ ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. ഒന്ന്, നിങ്ങൾ ചുമ്മാ ഏണിങ്സിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട ഇതിലൊന്നും കേട്ടോ. കാരണം അവർക്കറിയില്ല. കാരണം 1,00,000 പരം കമ്പ്യൂട്ടറുകളും 30,000 സ്റ്റാഫുകളും ചെയ്യുന്ന സാധനമാണിത്. എന്തായിക്കോട്ടെ, മീഡിയ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതിനകത്ത് അവർക്ക് തെറ്റിദ്ധാരണ കൊണ്ടാണ് അവർ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ചാനലായ ഏഷ്യാനെറ്റിൻ്റെയും സൂര്യയുടെയും എല്ലാം 24-ൻ്റെ എല്ലാം വാർത്തകൾ അവർക്കെതിരെ കൊടുത്താൽ പോലും ഇടുന്നത്. അല്ലാതെ നന്മ കൊണ്ടൊന്നുമല്ല. നിങ്ങൾ വെറുതെ ഏണിങ്സ് പ്രതീക്ഷിച്ചും കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ പ്രതീക്ഷിച്ചും വാക്ക് ഉപയോഗിച്ചാൽ അതൊന്നും പ്രതീക്ഷിച്ച് നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾക്കൊന്നും കിട്ടില്ല. കാരണം ഇത് ഉപയോഗിക്കുന്നത് 3.5 മില്യൺ ആൾക്കാരാണ്. അതിൽ 1000 പേർക്ക് പോലും അവർ റിട്ടേൺ കൊടുത്തിട്ടില്ല. 1000 പേർക്ക് പോലും. എല്ലാവർക്കും കൊടുക്കും $100 എടുക്കാവുള്ളൂ, $50 എടുക്കാൻ ഒക്കുള്ളൂ. ഒരാൾക്ക് ഒരു 32 കിലോയൊന്നും കൂടുതൽ കിട്ടിയിട്ടില്ല. ഇതില്ല. നിങ്ങൾ വെറുതെ പ്രോഗ്രാം അത് പ്രതീക്ഷിച്ച് ചെയ്യേണ്ട. ഇതൊരു സോഷ്യൽ മീഡിയ ആയിട്ട് കൂട്ടിയാൽ മതി. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ പലരും പറ്റിക്കാനായിട്ട്, അതായത് ഫ്രണ്ട് റിക്വസ്റ്റ് വരും. ആണുങ്ങൾക്ക് പലർക്കും വരുന്നതാണ്. അൽസോം മൊങ്കിളാണ്, പിന്നെ അഞ്ജലി അർച്ചന, മറ്റേ പാർവതി എന്നൊക്കെ പറഞ്ഞ് വരും. അവരുടെ ഒന്ന് പ്രൊഫൈൽ നോക്കുക. നമ്മൾ ഇതൊക്കെയാണ് 1000 രൂപ ചോദിച്ചുകൊണ്ടൊക്കെ വരും. 1000 രൂപ കടം തരാമോ, വീട്ടിൽ 2 അമ്മ ചാകം കിടക്കാമെന്നും പറഞ്ഞ്. ഇതൊക്കെ ഫേക്ക് ഐഡിയ ആണ്. രണ്ടാമത്, സെക്സ് ചാറ്റിന് വേണ്ടി വിളിക്കും. ഞാനിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇവരെ. അപ്പം അതൊന്ന് നിങ്ങൾ പ്രൊഫൈൽ എടുക്കുക. ഇവരുടെ 3 റീൽസ് പോലും കാണില്ല. ഇവരുടെ ഫോട്ടോസിലും മൊത്തം 2000 ഫ്രണ്ട്സ് കാണും ഇവർക്ക്, അല്ലെങ്കിൽ ഫോളോവേഴ്സ്. അതെല്ലാം മലയാളികൾ. ഇവരൊക്കെ വിദേശികളാണ്, അല്ലെങ്കിൽ തമിഴ്ക്കാരാണ്, അല്ലെങ്കിൽ ബംഗാളികളാണ്. അവർ നമ്മളതിന് വിചാരിച്ച് ചാറ്റ് ചെയ്യാൻ. കാരണം ഒത്തിരി പേരൊരു സൗഹൃദം കാംക്ഷിച്ചും സെക്സ് കാംക്ഷിച്ചുമൊക്കെ നടക്കുന്നുണ്ട്. അന്നേരത്തിന് എന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ പൈസ പോകാനുള്ളതാണ്. ഇതൊക്കെ ചുമ്മാണ്. നിങ്ങളുടെ ഫേസും കൂടെ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയ്യടെയായി. ഇതൊന്നും ചെയ്യാനൊക്കെയില്ല. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഒത്തിരി മേന്മയിലാണ്. ഇന്ത്യ ഗവൺമെൻറ്റല്ല, ലോകരാജ്യങ്ങളെല്ലാം നിങ്ങളെ ഒന്നും ചെയ്യാനൊക്കെയില്ല. ഫേസ്ബുക്കിലിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യാനൊക്കെയില്ല, നിങ്ങളെ ടോർച്ചർ ചെയ്യാനൊക്കെയില്ല, നിങ്ങളെ ഹാക്ക് ചെയ്യാനൊക്കെയില്ല. ഒന്നും ഒരിടത്ത് ഇത് പോസ്റ്റ് ചെയ്യാനൊക്കെയില്ല. പക്ഷേ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കും. ഞാൻ എൻ്റെ ഇതിൽ ഇടും ഇതെന്നൊക്കെ. അതുകൊണ്ട് പക്ഷേ ഇതൊക്കെ ഫേക്ക് ഐഡിയ ആണ്. നിങ്ങൾ വെറുതെ പൈസ കളഞ്ഞാൽ അത് ചെയ്ത്. മൂന്നാമത്തെ ഒരു കാര്യം, തിരുവനന്തപുരം എറണാകുളം നഗരത്തിലെ എയ്ഡ്സ് രോഗികളുടെ എണ്ണം എടുത്തു. അത് അറിഞ്ഞുകൊണ്ട് ആരും കൊടുത്ത ബ്ലഡൊന്നുമല്ല. അതെന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വരുമ്പം ആ ബ്ലഡ് അവിടെ എടുക്കപ്പെട്ടതാണ്. 13 തൊട്ട് 19 വയസ്സ് തൊട്ടുള്ള പെൺകുട്ടികൾ ആൺകുട്ടികളുടെ ബ്ലഡ് പരിശോധിക്കാൻ എല്ലാവരുടെയും പരിശോധിക്കും. ആ എയ്ഡ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ. കാരണം എയ്ഡ്സ് നമ്മുടെ ഏകദേശം 95% നിവാരണം ചെയ്തതാണ്. അതായത് ക്ഷയരോഗം, കുഷ്ഠരോഗം ഇല്ല ഇപ്പം ആർക്കും. ക്ഷയരോഗം 90% ഇല്ല. അപ്പം എയ്ഡ്സ് രോഗം ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് വെച്ചാൽ അത് LDF ഗവൺമെൻറ്റിൻ്റെ മേന്മയാണ് കേട്ടോ. അത് LDF ഗവൺമെൻറ് അല്ല, അത് മോദിജിയുടെ ഒക്കെ ഒരു ആഹ്വാനമാണത്. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നറിയാം. എല്ലാം പറയുന്നത് അത് പിണറായി സഖാവിനെയൊക്കെ കുറ്റം പറഞ്ഞാൽ അതൊക്കെ ആരോഗ്യവകുപ്പ് ഇടപെട്ടതാണത്. 13 വയസ്സ് തൊട്ട് 19 വയസ്സുള്ള പെൺകുട്ടികളിലും ആൺകുട്ടികളിലും കിട്ടിയില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എയ്ഡ്സ് രോഗം 5000 പേരാണ് എറണാകുളത്ത് പുതിയതായിട്ട് എയ്ഡ്സ് രോഗികൾ. 5000 പേരാണ് തിരുവനന്തപുരത്ത്. അതിനകത്ത് ഈ വയസ്സുള്ളവർക്ക് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെല്ലാം പ്രേമിച്ചേച്ച് കാമുകന്മാരുടെ കൂടെ പോകും. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ കണ്ടതാണ്. 14 13 വയസ്സുള്ള പെണ്ണുങ്ങൾ തോളൊക്കെ ആയിട്ട് ഇതിലേക്കൂടെയൊക്കെ കൈയിട്ട് കിടക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കൈയിട്ടയച്ച് ബാക്കിയൊന്നും സമ്മതിക്കാതെ ഈ പെൺകുട്ടികൾ സ്ഥലം വിടും. അപ്പോഴത്തേന് ഇവന്മാർ പോകുന്നത് ഈ എറണാകുളത്തും തിരുവനന്തപുരത്തൊക്കെ പോയിട്ട്, ഞാൻ ഫ്രാങ്കായിട്ട് പറയാം, ബംഗാളി അതിഥി തൊഴിലാളികൾ. ബംഗാളി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ
ഈ രോഹിന്ത്യകളോ ഏതാണ്ടൊക്കെയാണ്. നമ്മൾ എസ്.എ.ആറിനെയൊക്കെ കുറ്റം പറയും. ഇവിടെ ഇന്ത്യക്കാർ മാത്രം ജീവിച്ചാൽ മതി. മുസ്ലിമുകളും ഇന്ത്യക്കാരാണ്, ക്രിസ്ത്യൻസ് ഇന്ത്യക്കാരാണ്. ആരും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യക്കാരില്ല, ക്രിസ്ത്യൻസ് ഇല്ല. ആരും അറബി നാട്ടിൽ നിന്ന് വന്ന് പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിംസും ഇല്ല ഇന്ത്യക്കാർ. എല്ലാം ഇന്ത്യക്കാർ തന്നെയാണ്. ഇന്ത്യയിൽ വെച്ച് മതം മാറിയെന്നേ ഉള്ളൂ. വർഗീയതയൊക്കെ അതിൻ്റെ വശത്ത് കിടന്നോട്ടെ. അപ്പം ഈ പെണ്ണുങ്ങൾ പകുതി മൂപ്പിച്ചേച്ച് ഇവന്മാരെ വിടും. ഇവന്മാർ പോയിട്ട് എന്ത് ചെയ്യും? ബംഗാളികൾക്ക് 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് കിട്ടും. എറണാകുളത്ത് ഞാൻ കാണിച്ചു തരാം. കാരണം ഞാനിപ്പം എറണാകുളത്ത് താമസിക്കുന്നവനാണ്. എൻ്റെ ഈ പ്രായം കൊണ്ടും ഞാനങ്ങനെയൊക്കെ ചെയ്യാത്തതുകൊണ്ടും ഞാനങ്ങനെ പോകാത്തതാണ്. അപ്പം എനിക്കറിയാമല്ലോ ഇതൊക്കെ. എന്നിട്ട് ഇവന്മാർ ഇതെല്ലാം തീർക്കാനായിട്ട് ഈ 18ഉം 19ഉം വയസ്സുള്ള അവന്മാർ പോയി ഈ ബംഗാളി ഈ 500 രൂപയ്ക്ക് കിട്ടുന്നിടത്ത് പോകും, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇത്. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പം ഇവളെ വശീകരിച്ച് ഈ കാമുകി എന്ന് പറഞ്ഞ് മൂപ്പിച്ച് വിട്ടവളുമാരുടെ കൂടെ കിടക്കും. അവളുമാർ കഴിച്ച് പിടിക്കും. ഇതൊക്കെ അന്വേഷിച്ച് നോക്കി. ഇതൊക്കെ ശരിക്കും സർവേയിലുള്ളതാണിത്. അതുകൊണ്ടാണ് ഈ 13 വയസ്സ് തൊട്ട് അതിനകത്ത് എങ്ങാണ്ട് 10% ഉള്ളൂ ഇഞ്ചക്ഷനിലെവിടെ എല്ലാ ടെസ്റ്റും ചെയ്ത് വെച്ചാണ് ബ്ലഡ് കൊടുക്കുന്നത്. അതിലൂടെ ഒന്നുമല്ല, മയക്കുമരുന്ന് മാറ്റി കുത്തിവെക്കുന്നതിലൂടെയാണ്, മയക്കുമരുന്നിൻ്റെ ഇഞ്ചക്ഷനിലൂടെയാണ്. പിന്നെ ഏത് ബേസിലാണ്? പിന്നെ ഒരു ബേസിലുമില്ല, സെക്സിലൂടെ തന്നെയാണ് ബാക്കിയുള്ളത്. ഇതൊക്കെ ഈ പെൺകുട്ടികൾ മൂപ്പിച്ച് വിട്ടിട്ട് പെൺകുട്ടികൾ തിരിച്ചു വാങ്ങുന്നതാണിത്. പെൺകുട്ടികളാണ് ഇവന്മാരും എന്തായി മൂടി നീട്ടി വളർത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ വെറുതെ വെല്ലോൻ്റെ വാച്ചും വെല്ലോൻ്റെ ബൈക്കും കൊണ്ട് വരുന്ന ഇവനൊക്കെ ഒരു ബൈക്കുമില്ല, ഇവനൊക്കെ ഒരു വരുമാനമില്ല. വീട്ടിൽ അപ്പനെ അമ്മയെ ഊമ്പിച്ച് ജീവിക്കുന്നവന്മാരാണ് ഇവന്മാരൊക്കെ. ഇവന്മാരുടെ ഇത് കണ്ടിട്ട് ഇവളുമാർ ഇച്ചിരി തന്നെ എനിക്കറിയില്ല എന്നാ പോപ്കോണോ എന്നതാ ഏതാണ്ടൊക്കെ വെച്ച് ചിക്കനൊക്കെ വെച്ച് എല്ലാം മേടിച്ച് കൊടുത്ത് ഇവന്മാരെ അടിച്ചും പിടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അത് മാത്രമല്ല, ഏറ്റവും രസകരമായത് തിരുവനന്തപുരത്തെ ഒരു പെൺകുട്ടി അങ്ങനെ ആകുന്നില്ല എന്നുള്ളതാണ്. ഈ അന്വേഷിച്ച് 90% തിരുവനന്തപുരത്തെ പെൺകുട്ടി, അവിടെയാണ് 5000 എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത്. അവിടുത്തെ പെൺകുട്ടികളൊന്നും കിട്ടില്ല. എറണാകുളത്ത് സെറ്റിൽഡായ എറണാകുളത്ത് ജീവിക്കുന്ന വർഷങ്ങളും എറണാകുളത്തെ പെൺകുട്ടികളല്ല, ഇതൊക്കെ വേറെ ജില്ലയിൽ നിന്ന് വന്ന് അപ്പനും അമ്മയും കൂലിപ്പണി ചെയ്ത് തെങ്ങി എത്തി അവിടെ കൂലിപ്പണി ചെയ്തും തൂമപ്പണി ചെയ്തും ഇവളുമാർ പോയിട്ട് എൻ്റെയൊക്കെ കാലത്ത് പഠിച്ചു വരുന്നപ്പം ഇങ്ങനെയുള്ള സാധനത്തിനൊന്നും ആരും പ്രേമിക്കില്ല. കാരണം ഒന്നുമില്ല ഇവളുമാരിലൊന്നും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളൊക്കെ സുന്ദരികളെ പെൺകുട്ടികളെ നോക്കും. ഞങ്ങൾ പ്രേമിക്കത്തുമില്ല, പ്രേമിച്ച ഇവളുമാരിട്ട് തിരിച്ച് പറയത്തുമില്ല, ഒളിഞ്ഞു നിന്ന് നോക്കും. പഠിത്തം തീരുമ്പോഴത്തേനും അതങ്ങ് അവസാനിക്കും. കാരണം പ്രേമവുമില്ല, ഒന്നുമില്ല. ഇന്നങ്ങനെയല്ല. മേലും ഞോഞ്ഞാണ് ഈ പട്ടിക്കോല ഉള്ളതെല്ലാം ലിപ്സ്റ്റിക്കും വാരി തേച്ചേച്ച് ഇവളുമാർ ഏതാണ്ടൊക്കെ മോഡേൺ ഡ്രസ്സ് ഇട്ടിട്ട് ഏതോ കാട്ടുമുക്കിയിൽ നിന്ന് വന്നേച്ച് ഇവളുമാർ മോഡേണായിട്ട് ഞാനിപ്പോൾ പറയാമല്ലോ, അവിടെ വൈറ്റിലെ ഹബിൻ്റെ അവിടെയൊക്കെ നോക്ക്, അല്ലെങ്കിൽ എന്നാ കല്ലൂരൊക്കെ ഇപ്പുറത്തൊക്കെ വന്ന് നോക്ക്. വെളുപ്പം കാലത്തൊക്കെ കാറിലിരുന്ന് കാണിക്കുന്ന പരിപാടി, സിഗരറ്റ് വലിക്കുന്നതൊക്കെ. പക്ഷേ ഇതൊന്നും എറണാകുളംകാരല്ല. എറണാകുളംകാരെ സൂപ്പിക്കാൻ പറയുന്നതല്ല, എറണാകുളംകാരല്ല ഇത് ചെയ്യുന്നത്. എറണാകുളം ജില്ലക്കാരത് ചെയ്യില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്കമാലിയിലും എനിക്ക് പെരുമ്പാവൂരും ഒക്കെ ഉണ്ട്, എനിക്ക് പരിചയങ്ങളുണ്ട്. ഈ വരുന്നൊക്കെ വെളിയിൽ നിന്ന് പഠിക്കാൻ തന്തമാർ കഷ്ടപ്പെട്ട് വരുന്ന പെണ്ണുങ്ങളാണ്. ഇവളുമാർക്കൊക്കെ നാണമില്ലേ? ഇവന്മാർക്കൊക്കെ 100 രൂപയുടെ വരുമാനമുണ്ട്. അപ്പനോട് തെണ്ടി എനിക്ക് മറ്റേ അവിടെ പരുവാന്നും പറഞ്ഞ് മേടിക്കുന്ന പൈസ കൊണ്ടാണ് നിനക്കൊക്കെ വന്നാൽ ബർഗർ മേടിച്ച് തരുന്നത്. അതുകൊണ്ടാണ് എയ്ഡ്സ് വരുന്നത്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് അല്ല 3 കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഈ ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്നു. ഏതാ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റ ഇതിനൊക്കെ വരുമാനം കിട്ടുന്നു. വെറുതെ പ്രതീക്ഷിക്കാതെ നിങ്ങളൊക്കെ ഇത് ചെയ്ത് നശിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചാനലുണ്ട്, ഇങ്ങനെ ഇതൊക്കെ വലിയൊരു കാര്യമാണ്. ഇന്ത്യ ഇപ്പോൾ സ്വന്തമായിട്ട് വാട്സപ്പ് സെറ്റ് ചെയ്തു. ഇനി ഫേസ്ബുക്ക് വരും. ഇങ്ങനെയൊക്കെ ചൈനയ്ക്കും മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. അത് വരും. ഇതോടുകൂടി എൻ്റെ ഇത് ക്യാൻസലായി പോയാൽ എനിക്കൊരു കോപ്പുമില്ല. അത് ഞാൻ പറയാനുള്ളത് പറഞ്ഞാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ റിട്ടേൺ ഒന്നും പ്രതീക്ഷിച്ച ഒരാളും, ഈ പറയുന്ന പല അഡ്വൈസ് തരുന്നവർ ഒരാളും, എനിക്കും കുറേ എണീച്ച് വന്ന് കിടക്കുകയാണ് കേട്ടോ, അവരെന്തെങ്കിലും കുറ്റം പറഞ്ഞ് അത് ബ്ലോക്ക് ചെയ്യും. കാരണം അത് ഞങ്ങളുടെ ഇതിന് എതിരാണെന്നും പറഞ്ഞ് ഒരാൾക്കും പൈസ തരാൻ പോകുന്നില്ല. കൂടി വന്നാൽ എനിക്കൊന്ന് ലോകത്തൊരു 10,000 പേർക്കേ കിട്ടിയിട്ടുള്ളൂ. ആ സാധനം പറഞ്ഞാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പിന്നെ പെണ്ണുങ്ങളത് വെച്ച് ഫോട്ടോ ഇടുക, അത് ഇടുക. ഒന്നും കിട്ടത്തില്ല. ആർക്കെങ്കിലും കിട്ടിയതുണ്ടെങ്കിൽ തെളിവായിട്ട് ഇതിനകത്തിടുക. ഒരു $100 കിട്ടിയതായിട്ട് ഒരാൾ വിടാൻ പോകുന്നില്ല. രണ്ടാമത്
ഈ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം, മൈര് ചെയ്യാം, മാങ്ങാത്തൊലി ചെയ്യാം. അയ്യോ ഒരു തെറ്റുവാക്ക് എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതോടൊരു തീരുമല്ലോ. പിന്നെ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ എങ്ങനെയാണ് പുതിയ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് നോക്കുമ്പോൾ 2000 ഫ്രണ്ട്സ്. രണ്ടാമത് വീണ്ടും ആവർത്തിക്കുകയാണ്, നോക്കുമ്പോൾ എന്നാ പോസ്റ്റുകൾ 3 ഒരു റീൽസും ഇല്ല, ഒരു ഇതുമില്ല. പ്രൊഫൈലിൽ ഭയങ്കര സംഭവം അമേരിക്ക ഇതൊക്കെ പൈസ കളിപ്പിക്കാനാണ്. ഒന്നുമില്ല. മൂന്നാമത്തെ ഈ എയ്ഡ്സ് രോഗികളുടെ ഇത് പറയാതിരിക്കാൻ മേല, പറഞ്ഞില്ലെങ്കിൽ ഞാൻ കാണിക്കുന്നത് തെറ്റായിരിക്കും. എനിക്ക് എന്നെ വിമർശിക്കാനൊന്നും കുഴപ്പമില്ല, ഞാൻ ഒറ്റയും തന്നെയാണ്, അതുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഇതൊന്നും ഇല്ലേലും നീങ്ങും. എനിക്ക് സിനിമ പ്രദർശിപ്പിക്കാനോ എനിക്ക് സിനിമ ചെയ്യാനോ ഒന്നും ഈ പ്ലാറ്റ്ഫോം ഒന്നും എനിക്ക് ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള യൂഫായിട്ട് എനിക്ക് നല്ല ബന്ധമുള്ളവനാണ്. അതിൻ്റെ പുറകെ തന്നെ നടക്കുന്നവനാണ്. എനിക്കൊന്നുമില്ല. എന്നാലും ഇത് പറയാതിരിക്കാൻ മേല. ഈ പെൺകുഞ്ഞുങ്ങളുണ്ടാക്കുന്ന മെനകേടാ കേട്ടോ. ഈ 19 വയസ്സുകാരി മരിച്ചതും എല്ലാം അവരൊക്കെ ഉണ്ടാക്കുന്ന മെനകേടുകളാണ് കേട്ടോ. ഇവന്മാരും ഭയങ്കര ഇവന്മാർ എല്ലാം കൊള്ളാം. ശരി, ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം.